എത്തിക്കണം. മമ്മയെ കണ്ടിട്ട് ഒത്തിരി നാളായി. എനിക്ക് കാണാൻ പറ്റണം. കണ്ടിട്ട് ഒരുപാട് നാളായി. പ്ലീസ് നിങ്ങൾ സഹായിക്കണം. ഇത് നിമിഷപ്രിയ എന്ന് പറയുന്ന യമനിൽ ജയിലിൽ കഴിയുന്ന ഒരു സഹോദരിയുടെ മകളുടെ വളരെ വേദനാകരമായ ഒരു അഭ്യർത്ഥനയാണ്. അബ്ദുൽ റഹീമിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ധനശേഖരണം നടന്നപ്പോൾ നിമിഷപ്രിയയോട് ഇഷ്ടമില്ലെങ്കിലും ആ കേരളം ഒന്നായി കാണിച്ച സ്നേഹത്തിനെ മറ്റൊരു തരത്തിൽ വിദ്വേഷിപ്പിക്കുന്നതിനായി ഈ കഥയും വാർത്തയുമായി ചില പ്രൊഫൈലുകൾ ഇറങ്ങി അബ്ദുൽ റഹീം മുസ്ലിം ആയതുകൊണ്ടാണ്, നിമിഷപ്രിയ മുസ്ലിം അല്ലാത്തതുകൊണ്ട് ആരുമില്ലെന്നൊക്കെ പറഞ്ഞ് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് സംഗതികൾ ഇങ്ങനെ പ്രവഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം യൂസുഫ് അലിക്കയുമായും ആ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരി യമനിലാണുള്ളത്. അവിടെ തദ്ദേശീയരായ ഒരാളിനെ കൊന്ന് അദ്ദേഹത്തെ ഇങ്ങനെ നുറുക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കേസുള്ളത്. അതിന് കാരണമായ സംഭവങ്ങൾ എന്താണെന്നൊന്നും വിശദമായി എനിക്കറിയില്ല. ഏതായാലും കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടു. അങ്ങനെ തെളിയിച്ച് അവർ ജയിലിൽ കഴിയുകയാണ്. അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഈ ശ്രമങ്ങളെയൊക്കെയും ഇപ്പോൾ അബ്ദുൽ റഹീമിൻ്റെ ധനശേഖരണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ചേർത്ത് വെച്ച് ഈ സ്നേഹത്തിൻ്റെ ചേർന്ന് നിൽക്കലിൻ്റെ അല്ലെങ്കിൽ ഒരു നന്മയുടെ കഥയെ വിദ്വേഷിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആസൂത്രിതമായ ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ടാർഗറ്റായി പറയപ്പെടുന്ന ആളെന്ന് പറയുന്നത് ഈ യൂസുഫ് അലിയുമായി ബന്ധപ്പെട്ടാണ്. ഇതിന് വന്നപ്പോൾ എല്ലാവരും അങ്ങ് ഒന്നിച്ചു. രഹസ്യമായിട്ടാണെങ്കിൽ പറയും കാക്കാമാർ ഭയങ്കര വർഗീയവാദികളാണ്, കാക്കാമാരുടെ കാര്യം വരുമ്പോൾ കാക്കാമാരൊന്നിച്ചു, കാക്കാമാരല്ലാത്തവരെ കാക്കാമാരൊന്നിച്ചില്ല എന്നൊക്കെയാണ് കാച്ചി വിടുന്നത്. സത്യസന്ധമായി പറയട്ടെ, ഏതെങ്കിലും ഒരു സേവനത്തിനോ സഹായത്തിനോ എന്തെങ്കിലും കാര്യങ്ങൾക്കോ അഭ്യർത്ഥിച്ചാൽ കൈ അയഞ്ഞ് മനസ്സറിഞ്ഞ് സംഭാവനകൾ നൽകുന്നത് നിങ്ങൾ ഈ ആക്ഷേപിക്കുന്ന വിഭാഗമാണ്. അവർക്ക് ഒരുപാട് കുറവുകളും ന്യൂനതകളും കുറ്റങ്ങളുമൊക്കെ ഉണ്ടാവാം. പക്ഷേ കയ്യിലിരിക്കുന്ന ഫുലൂസ് ഇറക്കി വിടാൻ ഇത്രയും മനസാക്ഷി കാണിക്കുന്നവർ ആപേക്ഷികമായി അവർ തന്നെയാണ് എന്നുള്ളത് ഈ പിരിക്കാൻ പോകുന്ന ആളുകളോടും അല്ലെങ്കിൽ ഡൊണേഷൻസ് സ്വീകരിക്കുന്നവരോടും ഇതുപോലെയുള്ള സേവന പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങുന്നവരോടുമൊക്കെ ചോദിച്ചാൽ മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. ഈ നിമിഷപ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരാൾക്ക് ഒരു ശിക്ഷ വിധിച്ചാൽ ആ ശിക്ഷയിൽ നിന്ന് കാരുണ്യം നൽകുക എന്ന് പറയുന്നത്, ഇളവ് നൽകുക എന്ന് പറയുന്നത് ഈ കുറ്റകൃത്യത്തിന് വിധേയമായ ആളുകളുടെ കുടുംബത്തിൻ്റെ ഔദാര്യമാണ്, കാരുണ്യമാണ്. അത് നൽകാൻ അവർ തയ്യാറായില്ലെങ്കിൽ പിന്നെ ശിക്ഷ നടപ്പിലാക്കുക എന്നതാണ് രീതി. അതിന് തയ്യാറാകണമെങ്കിൽ അക്കാര്യത്തിൽ വലിയ ഇടപെടലുകൾ ഉണ്ടാവണം. അതിനുവേണ്ടി നിർവചിക്കപ്പെട്ട ഒരു കൃത്യസമയത്തെ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞേ ഈ കാശ് കൊടുത്താൽ പോലും വധശിക്ഷയിൽ നിന്ന് ഒഴിവായി പുറത്തു വരാൻ പറ്റൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അത് മുഹമ്മദ് നജാദ് സൂചിപ്പിച്ചിരുന്നു. 5 വർഷം ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞിട്ടേ പിന്നീട് സൗദി അറേബ്യയിൽ ബ്ലഡ് മണി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. യമനിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അവിടുത്തെ നിയമം. ഏതായാലും ആ സമയം കഴിഞ്ഞ് മാത്രമേ അതിന് നീങ്ങാൻ കഴിയൂ. രണ്ടാമത്തെ കാര്യം, അതിന് നീങ്ങുമ്പോൾ അതിനിരയാക്കപ്പെട്ട കുടുംബം അതിന് സന്നദ്ധമായിരിക്കുകയും വേണം. ഈ വിഷയത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അവരാദ്യം ഈ പണത്തിനൊന്നും തയ്യാറായിരുന്നതേയില്ല. അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് കാശിങ്ങ് കൊണ്ടുപോവാ, ഞങ്ങളങ്ങ് വിട്ടേക്കാമെന്ന് പറയുന്നതിന് പകരം അവരുടെ നിലപാട് അബ്ദുൽ റഹീമിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്ന് തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് ആവർത്തിച്ചുള്ള ഇടപെടലുകൾ കൊണ്ട്, ആവർത്തിച്ചുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ടാണ് ആ കുടുംബത്തിൻ്റെ മനസ്സ് മാറി ഇതിന് തയ്യാറായത്. അവരത്രയും വലിയ തുക ചോദിച്ചതും ഒരുപക്ഷെ കിട്ടാൻ വേണ്ടിയായിരിക്കില്ല, ഈ ശിക്ഷയ്ക്ക് തന്നെ പോകട്ടെ എന്ന് കരുതിയാവും തുക കേട്ടെല്ലാവരും ഓടുമെന്ന് വിചാരിച്ചത്. എന്നാൽ നമ്മളത് സാധ്യമാക്കി. ഇവിടെയും അതുതന്നെയാണ് കേസ്. നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം യൂസുഫ് അലിക്കയുമായി സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത്, അദ്ദേഹം വ്യക്തമായി പറഞ്ഞത്, ചാനലുകളിലും പറഞ്ഞത്, നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിന് സാമ്പത്തികം ഒരു പ്രശ്നമേ അല്ല.
മറ്റ് നിയമപരമായ സംഗതികൾ പൂർത്തിയായാൽ, രാജ്യങ്ങൾക്കിടയിലുള്ള സംഗതികളും ആ കുടുംബവും അവിടുത്തെ നിയമപരമായ സംവിധാനങ്ങളും പൂർത്തിയായാൽ അതിനാവശ്യമായ തുക അദ്ദേഹം അടയ്ക്കും എന്ന് തന്നെയാണ് ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയാനിപ്പോൾ ആരാ ഉള്ളത്? ഞാൻ അടയ്ക്കാം എന്ന് പറയാൻ. എടാ, സ്വന്തം അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനും ആഹാരം കൊടുക്കുന്നതിനും 10,000 രൂപ ചിലവ് വരുമെങ്കിൽ ഏതെങ്കിലും അനാഥ മന്ദിരത്തിലോ അഗതി മന്ദിരത്തിലോ കൊണ്ടാക്കിയിട്ട് പോയി നല്ല സുഖസമൃദ്ധമായി വലിയ വീടുകളിൽ താമസിക്കുന്ന ചിലരെക്കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം അവരുടെ പിതാവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിന് പോയി വന്ന ശേഷം പറയുകയുണ്ടായി. തിരിഞ്ഞു നോക്കാൻ പോലും വരുത്തില്ലത്രേ, മക്കൾ അന്വേഷിക്കുക പോലും ഇല്ലത്രേ പ്രസവിച്ച അമ്മയെ. അക്കാലത്താണ് ഇതുപോലൊരു മനുഷ്യൻ അത് ചെയ്യാമെന്ന് പറഞ്ഞത്. അതോടൊപ്പം ചിലരെങ്കിലുമൊക്കെ പറയുന്നുണ്ടായിരുന്നു അബ്ദുൾ റഹീമിൻ്റെ കേസിൽ അദ്ദേഹം മൗനം പാലിച്ചു എന്നൊക്കെ. അബ്ദുൾ റഹീമിൻ്റെ കേസിലും അദ്ദേഹത്തെ ഇതിൻ്റെ ധനസമാഹരണം തുടങ്ങി ബന്ധപ്പെട്ടവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് കഴിയുന്ന തുക സമാഹരിക്കുക, അതിൻ്റെ ബാക്കി എന്തു വരുന്നോ അത് ഞാൻ നൽകാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാണ് ഞാൻ വ്യക്തമായി ഒരു സോഴ്സിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹം അതിനും സന്നദ്ധമായിരുന്നു. പക്ഷേ നമ്മളെല്ലാവരും കൂടി 34 കോടി കൊടുത്തു. അദ്ദേഹം വേറൊരുപാട് കാര്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വന്നാലും എന്ത് കാണിച്ചാലും അതിനുള്ള പണമാണ് യൂസുഫ് അലിയുടെ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞ് അതിനങ്ങ് തെറി പറയുന്നത് ശരിയായ കാര്യമാണോ? ഒരിക്കലും ശരിയുള്ള കാര്യമല്ല. അത്രയുമെങ്കിലുമൊക്കെ ചെയ്യുന്ന മനസ്സിന് നന്ദി പറയുകയും അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേരുകയും ചെയ്യേണ്ടതിന് പകരം എന്ത് സംഭവിച്ചാലും യൂസുഫ് അലി എവിടെ, യൂസുഫ് അലി എവിടെയെന്ന് ചോദിച്ചാൽ യൂസുഫ് അലിയേക്കാൾ വലിയ സ്വന്തം നിലയിലുള്ള ധനം കയ്യിലുള്ള പുറത്തു പറയാത്ത എത്രയോ ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടാകും, നമ്മുടെ സംസ്ഥാനത്തുണ്ടാവും. അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നതെല്ലാവരും അറിയുന്നു എന്നുള്ളതുകൊണ്ട് എല്ലാത്തിനും ഉത്തരം അദ്ദേഹമാണ് എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. ഞാൻ പറഞ്ഞതെങ്കിൽ പോലും ആ മനുഷ്യൻ അതിന് തയ്യാറാണ് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അതുകൊണ്ട് അത് പറഞ്ഞ് മുസ്ലിമിന് ചെയ്തു നിമിഷപ്രിയയ്ക്ക് ചെയ്തില്ല എന്ന് പറയുന്ന വ്യാജകഥ, വിദ്വേഷകഥ ആരും പരിഗണിക്കരുത് എന്നുള്ളതാണ് വിനീതമായ അഭ്യർത്ഥന. ഈ പറയുന്നവർ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അവർ പറയേണ്ടത് ഇതിൻ്റെ കാശ് യൂസുഫ് അലിയുടെ നിന്നൊന്നും എടുക്കണ്ട, ഞങ്ങൾ ആദ്യം ഞങ്ങൾ 5 പേര് ചേർന്ന് 10 കോടി രൂപ അങ്ങ് തരാം, ബാക്കി കാശ് നിങ്ങൾ പിരിക്ക്. നമ്മുടെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതുപോലെ 1 കോടി ഞാനിട്ടു എന്ന് പറയുന്നത് പോലെ അങ്ങനെ പറയാൻ ആരെങ്കിലും വരുന്നതിന് പകരം മെനക്കെട്ടിരുന്ന് എഴുതി വിടുക, അത് മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട പണി.